ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. ഇതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 5-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ ഉറങ്ങുന്നു, പക്ഷെ എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. അതെന്റെ പ്രിയപ്പെട്ടവന്റെ ശബ്ദമാണ്, അവൻ മുട്ടുന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഉണർന്നിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ആത്മാവിനൊരു ആത്മീയ ജാഗ്രത നൽകും. നിങ്ങളുടെ എല്ലാ ആന്തരിക ഇന്ദ്രിയങ്ങളും ഞാൻ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു വാഞ്ചയിൽ ജ്വലിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തെറ്റു കാണുമ്പോഴോ വേദനാജനകമായ സാഹചര്യങ്ങളിൽ നിങ്ങളെ ചുറ്റിപ്പറ്റുകയോ നിങ്ങൾ ആത്മാർത്ഥമായി കർത്താവിന്റെ പാദങ്ങളിലേക്ക് ഓടിച്ചെന്ന് പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഹൃദയം പകരണം. തൊടുക, എന്നെയല്ല ചെടിയെ നോക്കൂ. അത് വളരെ സെൻസിറ്റീവ് ആയതിനാൽ ഒരു ചെറിയ സ്പർശനം പോലും അതിനെ മടക്കിക്കളയുന്നു. അതുപോലെ പ്രവാചകനായ യെശയ്യാവിന് സംവേദനക്ഷമതയും ജാഗ്രതയുമുള്ള ഒരു പ്രാർത്ഥനാത്മാവുണ്ടായിരുന്നു. ഉസിയ രാജാവ് മരിച്ചപ്പോൾ അവൻ ഉടൻ തന്നെ പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ കാത്തിരിക്കാനും ദേവാലയത്തിലേക്ക് ഓടി. തൽഫലമായി അദ്ദേഹത്തിന് ഒരു സ്വർഗീയ ദർശനം ലഭിച്ചു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നത് തിരുവെഴുത്ത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഉറങ്ങരുത് എന്നല്ല അർത്ഥമാക്കുന്നത്. മനുഷ്യന് ഉറക്കം ആവശ്യമാണ്. ഒരു നീണ്ട ദിവസത്തെ അധ്വാനത്തിന് ശേഷം ദൈവം വിശ്രമത്തിനായി രാത്രി നൽകിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ആത്മാവിന് ജാഗ്രത ഉണ്ടാകണം. നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിരിക്കണം. ഞാൻ ഉറങ്ങുന്നു, പക്ഷെ എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ആത്മീയമായി ഉണർന്നിരിക്കുന്ന ഒരു ഹൃദയത്തിന് മാത്രമേ പ്രിയപ്പെട്ടവൻ മുട്ടുന്നത് കേൾക്കാൻ കഴിയൂ. അവൻ നിങ്ങളുമായി പ്രധാനപ്പെട്ട എന്തെങ്കിലും പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ഉൾക്കാഴ്ചകൾ, ദർശനങ്ങൾ അല്ലെങ്കിൽ ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ അവന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ സംവേദനക്ഷമതയുള്ളവനായി നിലനിർത്തുക. നിങ്ങൾ ഉറങ്ങുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾ അറിയാതെ നിങ്ങൾക്കെതിരെ തിന്മ ആസൂത്രണം ചെയ്തേക്കാം. അവർ മന്ത്രവാദമോ ശൂന്യമോ പോലും ശ്രമിച്ചേക്കാം. നിങ്ങൾക്കറിയില്ലായിരിക്കാം. പരിശുദ്ധാത്മാവ് അറിയുന്നു. അവൻ മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ഭാരത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങളെ ഉണർത്തുന്ന ഒരു ജാഗ്രതയോടെ അവൻ നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഉണർത്തും. നിങ്ങൾ എഴുന്നേറ്റ് ആത്മീയ തീവ്രതയോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എല്ലാ അന്ധകാര ശക്തികളെയും തകർക്കുകയും ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങൾക്കും മേൽ നിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യും. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിധിയിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശം ഇത് തന്നെ, അവരുടെ നീതി എന്നിൽ നിന്നാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് യെശയ്യാവ് 54-ാം അധ്യായം 17-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം കേൾക്കേണ്ടതിന് നിങ്ങളുടെ ആത്മീയ കാതുകൾക്ക് മൂർച്ച കൂട്ടുവീൻ. രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുമ്പോൾ രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും ഇട്ടുസഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഇത് സങ്കീർത്തനം 91-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം രാവിലെ പുറപ്പാട് 14-15 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി സുവിശേഷം 17-ാം അധ്യായം. ആമേൻ.